സർ, സിപിഎമ്മിനെയും നേതാക്കളെയും ഇനിയും മോശമായി ചിത്രീകരിച്ചാൽ ജി സുധാകരനെതിരെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല, വളരെ വലിയ രീതിയിൽ തന്നെ നേരിടും എന്നാണ് സിപിഎം തന്നെ പറയുന്നത്. സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ കൂടിയാണ് ഈ തീരുമാനം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ജി സുധാകരനെ തെരുവിൽ വിചാരണ ചെയ്യും എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് എന്നതാണോ ചോദ്യം. ഒപ്പം കെ.സി. വേണുഗോപാൽ പോലെയുള്ളവർ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ജി സുധാകരൻ വീണ്ടും പാർട്ടിക്ക് എതിരായി പറയുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ സിപിഎം നേതാക്കളെ വളരെ മോശമായ രീതിയിൽ പറയുന്നു എന്ന സിപിഎമ്മിന്റെ പ്രസ്താവന എത്രത്തോളം ശരിയാണ്? ജി സുധാകരൻ വിഷയത്തിൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത? പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ശേഷം UDF പിന്തുണയോടെ അമ്പലപ്പുഴയിൽ മത്സരിക്കുകയും അമ്പരിപ്പിക്കുന്ന വിജയം നേടുകയും ചെയ്ത ജി സുധാകരനെ വർഗശത്രുവും വർഗവഞ്ചകനുമായി CPM പ്രഖ്യാപിച്ചത് ഈ ലെവലിൽ അദ്ദേഹത്തെ തെരുവിൽ നേരിടുകയും കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യും എന്ന അവസ്ഥയിൽ എത്തും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ആ സമയത്തൊന്നും. പക്ഷെ കഴിഞ്ഞ ദിവസം MLA ഓഫീസിലേക്ക് വെള്ളിയാഴ്ച CPM-ന്റെ ആഭിമുഖ്യത്തിൽ വലിയ പ്രതിഷേധ റാലി നടത്തുകയും അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അധിക്ഷേപം തുടർന്നാൽ MLA എന്നൊന്നും നോക്കാതെ ജനങ്ങൾ കൈകാര്യം ചെയ്യും, തങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ്. അത് മാത്രമല്ല, ജി സുധാകരന്റെ വേദികളിൽ അദ്ദേഹം പാർട്ടിക്ക് അഹിതമായത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് പിടിച്ചെടുത്ത് അതേ വേദിയിൽ തങ്ങൾ മറുപടി പറയും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് പണ്ട് ഈ പാടത്ത് ജോലി, വരമ്പത്ത് കൂലി എന്ന് CPM പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ശൈലിയാണ്. ആ രീതിയിൽ, അതായത് ജി സുധാകരൻ ഏതെങ്കിലും വേദിയിൽ തങ്ങൾക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ മൈക്ക് പിടിച്ചെടുക്കും. അത് മാത്രമല്ല, കൈകാര്യം ചെയ്യും, ജനങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജനങ്ങൾ ആരാണ് എന്ന് നമുക്കെല്ലാം അറിയാം, കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുൻ MLA ആയിരുന്ന H. സലാം ഒരു പടി കൂടി കടന്ന് ജി സുധാകരൻ പങ്കെടുക്കുന്ന പഞ്ചായത്ത് യോഗങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമല്ലാത്തത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല, മാന്യതയ്ക്ക് നിരക്കാത്ത സംസാരം അദ്ദേഹത്തിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ അതിൽ അധ്യക്ഷത വഹിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ മൈക്ക് ഓഫ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ഓപ്പൺ കോൺഫ്രണ്ടേഷൻ, അതായത് മുഖാമുഖം ജി സുധാകരനെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് അവരെ പ്രേരിപ്പിച്ച 2-3 കാര്യങ്ങളുണ്ട്. അസംബ്ലിയിൽ ജി സുധാകരന്റെ പ്രസംഗം, ബജറ്റ് ചർച്ചയിൽ അദ്ദേഹം CPM-നെ അതിനിശ്ചിതമായി വിമർശിക്കുകയും പിന്നീട് ഒരു അവസരത്തിൽ പൊതുയോഗത്തിൽ അസംബ്ലിയിലെ പിണറായി വിജയന്റെ പ്രകടനം വളരെ മോശമാണ്, നനഞ്ഞ കോഴിയെ പോലെ അദ്ദേഹം ഇരിക്കുകയാണ്, ഉപനേതാവായ ബാലഗോപാലിന് വെണ്ടാട്ടമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അടുത്തിടെ MV ഗോവിന്ദൻ മാഷിനെതിരായും അതിനിശ്ചിതമായ വിമർശനം ഈ MLA ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ജി സുധാകരന്റെ പ്രവർത്തന ശൈലിയും സംസാര ശൈലിയും, പാർട്ടിയാണ് അതിന്റെ സ്കൂൾ, അവിടെ നിന്ന് അദ്ദേഹം പഠിച്ചെടുത്താണ്. പണ്ട് മുതലേ എനിക്ക് അദ്ദേഹത്തെ 35-40 വർഷം മുമ്പ് മുതലേ അറിയാം. അന്ന് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ദുർവാസാവായിട്ടാണ് പാർട്ടിക്കകത്ത് തന്നെ അറിയപ്പെട്ടിരുന്നത്. എന്തിനും തറുതല പറയുകയും ആൾക്കാരെ എടുത്ത് അടിച്ച പോലെ സംസാരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന സംസാര ശൈലിയായിരുന്നു. പാർട്ടി അതിന് വളം വെച്ചു കൊടുത്തു എന്നുള്ളതാണ് പാർട്ടിക്കകത്തുള്ളവർ, കൂടെ നിന്നവർ പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷെ അദ്ദേഹത്തിന് അന്നും ഇന്നും കാര്യങ്ങൾ നേരെ വാ നേരെ പോ എന്ന സ്വഭാവക്കാരനായതുകൊണ്ടും മന്ത്രിയായിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള പല ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചപ്പോഴുമൊക്കെ വളരെ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്തു എന്ന വലിയ ഇമേജ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്തത്രയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത്. ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ H. സലാം, മുൻ MLA, അദ്ദേഹം വലിയ ആരോപണം ഇദ്ദേഹത്തിനെതിരായി ഉന്നയിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, ആസൂത്രിതമായ ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഈ അഴിമതി വിരുദ്ധനാണ് എന്നുള്ള പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമവും CPM ആരംഭിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇതാണ്. H. സലാമിന്റെ പ്രസ്താവന ഇതാണ്. 2021 അദ്ദേഹം മത്സരിച്ചില്ല അമ്പലപ്പുഴയിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി, പക്ഷെ അദ്ദേഹം പണം വാങ്ങി
എന്നാണ് എച്ച് സലാം ഉന്നയിച്ചിട്ടുള്ള ആരോപണം. പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങി. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനും മകന്റെ കുടുംബവും ഒക്കെ സമ്പാദിച്ച സ്വത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ മാറും എന്നും സലാം പറഞ്ഞിട്ടുണ്ട്. ഒരു പടി കൂടി കടന്ന് വളരെ വ്യക്തിഹത്യ നടത്തുന്ന ഒട്ടേറെ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. രാത്രി 10 മണിയോ രാത്രി 10:30 കഴിഞ്ഞാൽ സുധാകരന്റെ ഫോൺ സംഭാഷണത്തിന്റെ ടോൺ മാറും. ഞാനൊരു മാധ്യമ വാർത്തയിൽ നിന്ന് ഇത് ഉദ്ധരിക്കുകയാണ്. സലാം പറഞ്ഞാണ്, എച്ച് സലാം പറഞ്ഞതാണ്. പിന്നെ മകന്റെ കുടുംബജീവിതം, കുടുംബ സമ്പാദ്യം ഒക്കെ അഴിമതിക്ക് നിദർശനമാണ് എന്നുള്ള ആരോപണം അദ്ദേഹം പല വേദികളിലും ആവർത്തിച്ചു. ഇത് മാത്രമല്ല, ഈ അധിക്ഷേപകരമായ വാക്യങ്ങൾ CPM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ ഒട്ടും ചേർന്നതല്ലാത്ത ചില ആരോപണങ്ങളും ഇതേ യോഗത്തിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി CK ഷാംജി ഉന്നയിക്കുകയുണ്ടായി. സുധാകരന്റെ നാവ് ആണി അടിച്ച് ഉറപ്പിക്കേണ്ടി വരും. സുധാകരന്റെ നാവ് ആണി അടിച്ച് ഉറപ്പിക്കേണ്ടി വരും. മാത്രമല്ല, മറ്റൊരു അധിക്ഷേപം, KC വേണുഗോപാൽ ആലപ്പുഴയിൽ എത്തുമ്പോൾ സുധാകരൻ കഴുതയെ പോലെ കരഞ്ഞ് പ്രസംഗിക്കുന്ന ആളാണ് എന്നാണ്. ഇതൊക്കെയാണ്. ഇത് മാത്രമല്ല, CPM-ന്റെ പേരിൽ അദ്ദേഹം പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. എന്ത് പെൻഷനാണ് CPM കൊടുക്കുന്നത് എന്നറിയില്ല. ഒരുപക്ഷെ CPM നേതാവ് എന്നപ്പോഴാണ് അദ്ദേഹം MLA ആയിട്ടുള്ളത്. അപ്പൊ MLA പെൻഷൻ വാങ്ങുന്നതിനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് നിഷേധിക്കാൻ സുധാകരൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ പണം കൈപ്പറ്റിയിട്ട് ചൊറിയൻ തവളയെ പോലെ കരയുകയാണ് സുധാകരൻ ഇപ്പോൾ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇത്രയും അധപ്പതിച്ചിട്ടില്ല. രാഷ്ട്രീയ ശത്രുക്കൾ ഉണ്ടാകും, പാർട്ടിയിൽ നിന്ന് പലരും പിരിഞ്ഞു പോകും. CPM-ന് മാത്രം ബാധകമല്ല, എല്ലാ പാർട്ടികളിൽ നിന്നും ആൾക്കാർ പിരിഞ്ഞു പോകും. അവരെ ഇത്തരം നികൃഷ്ട പദങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഡോക്ടറേറ്റും മാസ്റ്റർ ബിരുദങ്ങളും ഒക്കെ നേടിയിട്ടുള്ള ആൾക്കാരാണ് പിണറായി പോലെയുള്ള ആൾക്കാരെന്ന് നമുക്കറിയാം. ചെറ്റ എന്നാണ് അമ്പലപ്പുഴയിൽ മത്സരിച്ച സുധാകരനെ പിണറായി വിജയിപ്പിച്ചത്. അങ്ങനെ പിണറായിയുടെ കയ്യിൽ ധാരാളം ഇത്തരം നല്ല ഗംഭീര പദങ്ങളുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കണ്ട് പഠിക്കുകയാണ് ആലപ്പുഴയിലെ CPM-ന്റെ അനുയായികൾ. മാത്രമല്ല, എന്തൊക്കെ ആരോപണങ്ങൾ! അത് BJP-ക്കും UDF-നും ഒരുപോലെ വിടുപണി ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം. പിന്നെ മാത്രമല്ല, സലാമിന്റെ മറ്റൊരു ആരോപണം, ഇതിങ്ങനെ ഓരോരുത്തരും മത്സരിക്കുകയാണ്. എത്രയും ആരോപണങ്ങൾ ചെളിവാരി എറിയലിൽ മത്സരിക്കുകയാണ്, ഗംഭീര പദാവലികൾ ഉപയോഗിച്ച്. ഇടതുപക്ഷം എന്തൊക്കെ മനുഷ്യ സ്നേഹം പറഞ്ഞു കഴിഞ്ഞാലും ഈ സുഭാഷിതങ്ങൾ ഈ നാവിലൂടെ വരുമ്പോൾ ഇവരുടെയൊക്കെ നിലവാരം എവിടെ എന്ന് ജനങ്ങൾ വിലയിരുത്തിക്കൂടും. അദ്ദേഹം പറഞ്ഞ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് ചില കള്ള് വാങ്ങിക്കൊടുത്താൽ എന്തും വിളിച്ചു പറയുന്ന ചില കുടിയന്മാരുണ്ടായിരുന്നു. അതേപോലെ എന്തും വിളിച്ചു പറയുന്ന രാഷ്ട്രീയ കോമാളിയാണ് G. എന്നും സലാം ആക്ഷേപിച്ചിട്ടുണ്ട്. ഇത് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം AD തോമസ് MLA-യുടെ ആലപ്പുഴയിലെ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ഇത് CPM-ന്റെ ഫാസിസമാണ്, ഇക്കാര്യത്തിൽ G. ഒറ്റയ്ക്കല്ല, ഇതിനെ UDF ഒന്നടങ്കം ചെറുക്കും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു സംഘർഷത്തിലേക്കാണ് ഈ ആലപ്പുഴയിൽ G. CPM-ഉം തമ്മിലുള്ള പ്രശ്നങ്ങൾ നീങ്ങുന്നത്. ഇനി ഇതിന്റെ ആഫ്റ്റർ മാത്ത് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, സുധാകരന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആദ്യകാലം മുതൽ അദ്ദേഹത്തിന്റെ സംസാര ശൈലി, അതിൽ ഒരു മാടമ്പിത്തരമുണ്ട് എന്ന് ഉള്ള ആരോപണം യാഥാർത്ഥ്യമാണ് എന്ന് കൂടെ ഉള്ളവർക്കെല്ലാം അറിയാം. അടുത്ത കാലത്ത് തന്നെ സഹ MLA UDF-ന്റെ തന്നെ തൊട്ടടുത്ത നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള റജി ചെറിയാൻ MLA-ക്കെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങൾ സത്യം പറഞ്ഞാൽ അതൊന്നും ഒരു ജനപ്രതിനിധിക്ക് ചേരുന്നതല്ല. സുധാകരന്റെ ശൈലിയുടെ ഭാഗമായിട്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുകയില്ല എന്നുകൂടി UDF-ന്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം. അല്ലെങ്കിൽ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളിൽ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് നിരന്തരം വഴക്കുണ്ടാക്കുന്ന സീൻ ആവർത്തിക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസവും കൈരളി റിപ്പോർട്ടറിന്റെ അടുക്കൽ അദ്ദേഹം കയർത്തു സംസാരിക്കുകയും കൈരളി റിപ്പോർട്ടറെ താനും നീയും എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുക മാത്രമല്ല വർഗീയവാദി എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അതൊരു ദുർവാസാവിന്റെ സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയുന്ന
ആ ഒരു സംസാര രീതിയും പ്രവർത്തന രീതിയും അദ്ദേഹം ഇപ്പോൾ മാത്രമല്ല, നമുക്കറിയാം അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ വളരെ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അഴിമതിയുടെ അംശം പോലും തീണ്ടിയിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഒരു വേദിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ കൊച്ചിയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗതാഗത കുരുക്കുള്ള ജംഗ്ഷനാണ് വൈറ്റില ജംഗ്ഷൻ. വൈറ്റില ജംഗ്ഷനിൽ ഒരു മേൽപ്പാലം സർക്കാർ പണിതപ്പോൾ അത് ഇപ്പോഴുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമാവില്ല എന്ന് പറഞ്ഞൊരു ബദൽ നിർദ്ദേശം മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ട് വെച്ചു. പക്ഷെ അന്ന് മന്ത്രിയായിരുന്ന ജി സുധാകരൻ ചോദിച്ചത്, ഈ മെട്രോമാൻ സുധാകരൻ ആരാണ് ഇതൊക്കെ പറയാൻ എന്നാണ്, മെട്രോമാൻ ശ്രീധരൻ ആരാണ് ഇക്കാര്യങ്ങളൊക്കെ പറയാൻ എന്ന് ചോദിക്കുകയും ആ നിർദ്ദേശം ചർച്ച ചെയ്യാതെ തള്ളിക്കളയുകയും അവിടെ സർക്കാരിന്റെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഴയ നിർദ്ദേശം സ്വീകരിച്ച് പാലം പണിയുകയും വൈറ്റില മാത്രമല്ല കൊച്ചി നഗരം മൊത്തം ഇപ്പോഴും ഗതാഗത കുരുക്കിൽ ശ്വാസം മുട്ടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇത്തരം അർത്ഥരഹിതമായ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ജനപ്രതിനിധിയായ ജി സുധാകരൻ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്കും ക്രിയാത്മകമായ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും പൊതുവേദികളിൽ മാന്യമായ ഭാഷ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണെന്ന് KC വേണുഗോപാലിനെ പോലെയുള്ളവർ, UDFന്റെ നേതൃനിരയിലുള്ളവർ, മുതിർന്ന നേതാവായ ജി സുധാകരനോട് സൗമ്യമായെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ചില വിവാദങ്ങളും ഏറ്റുമുട്ടലുകളും ഒഴിവാക്കാൻ പറ്റുമെന്നുകൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.